നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സൈബർ പ്രചരണത്തിൽ മുന്നിലാര്? ഈ വിഷയമാണ് വോട്ട് കമന്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് വോട്ടുകൾ പരിശോധിക്കാം. സൈബർ പ്രചരണത്തിൽ മുന്നിലാര് എന്ന ചോദ്യത്തിന് പ്രേക്ഷകരിൽ 48% പേർ LDF എന്നാണ് വോട്ട് ചെയ്തത്. 42% പേർ UDF എന്നും 11% പേർ NDA എന്നുമാണ് പങ്കുവച്ച അഭിപ്രായം. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ പരിശോധിക്കാം. നേരെ കമന്റിലേക്ക് പോവാം. അതെ, നിസാർ കൊല്ലാണ് ഫസ്റ്റ് കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. PR വർക്ക് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്, ഇത് അവസാനിപ്പിക്കാൻ സമയമായി എന്നാണ് ഫസ്റ്റ് കമൻറ്റ്. അതിന് റിപ്ലൈ ആയിട്ട് വന്നിട്ടുള്ള കമൻറ്റ് PR വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പാർട്ടി ഫണ്ട് ഉണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ ഒരു ദ്വിതി കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ചില പ്രമോഷൻസ് ന്യൂസൊക്കെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് പോലും പിന്നെയും വരുവാണ് കണ്ടിന്യൂസ് ആയിട്ടെന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അല്ല, നമ്മൾ ഈ സർക്കാരിൻ്റെ PR സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു LDF ഇപ്പം തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് മാത്രമാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു PR വർക്കിലേക്കൊക്കെ വന്നതെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പോട്ടെ CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കൊരു 10 വർഷം അവരിതുവരെ ചെയ്തു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ 10 വർഷമായി അവർ ഭരണത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് നിലവിൽ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പം UDF ഒക്കെ ആയുധമാക്കുന്നത് വിവാദങ്ങളാണെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്കിതാ പെൻഷനുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്. അതിൽ പ്രശ്നങ്ങളുണ്ടാവും, ഫ്ലോസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന പെൻഷൻ പോലുള്ള സാധനങ്ങളൊക്കെയാണ്. നമുക്ക് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഈ PR-ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് തുടങ്ങാം. ഇപ്പോൾ കോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ എന്നാണ് വന്നേണേ, കോലീബിക്ക് വേണ്ടിയുള്ള PR പണി തോറ്റാലും തുടരും എന്നാണ്. മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ പക്ഷെ വേറൊരു കമൻ്റ് ഉണ്ട്, ജയരാജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫീഡിൽ വന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പാർട്ടികളുടെയും റിലേറ്റഡ് പോസ്റ്റ് വരുന്നുണ്ട്. അതിൽ BJP-യുടെ പെയ്ഡ് പ്രൊമോഷനാണ് കൂടുതൽ വരുന്നത്, റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. LDF-ൻ്റെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, പാലം, റോഡ്, സ്കൂള്, അതൊക്കെ വെച്ചിട്ട് വരുന്നത്, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ UDF-ൻ്റെ വരുന്നത് സർക്കാരിനെതിരെയുള്ളതും പിന്നെ വികസന മുരടിപ്പൊക്കെ പറഞ്ഞാണ്, പക്ഷെ വളരെ കുറവാണ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ളൊരു നിരീക്ഷണം. പിന്നെ അതുപോലെ തന്നെ ഒരു അഭിനന്ദ് KV, മതം പറയുന്നില്ല, ജാതി പറയുന്നില്ല, കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങൾ മാത്രം. 5 ലക്ഷം വീടുകൾ, 66 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ, 45,000 പട്ടയങ്ങൾ, അങ്ങനെ അല്ല 4,50,000 പട്ടയങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പോയി നീതി ആയോഗിൻ്റെ വികസന സൂചിക പട്ടികയിൽ കേരളം ഒന്നാമതെത്തിയത് വരെ വിശദമായിട്ടുള്ള അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാത്തിനും വേണ്ടി LDF തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇടത് വിങ് പോലെ തന്നെ കോൺഗ്രസിനും BJP-ക്കൊക്കെ വളരെ കൃത്യമായ സൈബർ സംവിധാനങ്ങളും പ്രചരണ സംവിധാനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ സ്പേസിലുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലിപ്പോൾ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു ഭരണത്തുടർച്ച ഇല്ലാതെ വരുമ്പോൾ, ഒരു 10 വർഷം അവർ പുറത്ത് നിൽക്കുമ്പോൾ ഈ കണ്ടന്റുകളിൽ ഒരിക്കലും ഒരു ഭരണ നേട്ടങ്ങൾ, ഒരു സമീപകാലം അവരുടെ നേട്ടങ്ങളൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ മറ്റു കണ്ടന്റുകൾ വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് എനിക്ക് തോന്നുന്നു 10 വർഷം നിന്ന ആളുകൾ അത് വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ അതിലൊരു പോരായ്മ കാണും. നമുക്കത് നമ്മൾ മനസ്സിലാക്കി വേണം അത് പ്ലാൻ ചെയ്യാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരിക്കലും നമുക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ KPCC-യുടെ ഒക്കെ ഈ ഡിജിറ്റൽ മീഡിയ സിംഗിലൊക്കെ ഇപ്പോൾ ഹൈബ്രിഡിന് ചാർജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലൊരു സാധനം വന്നായിരുന്നു. പിന്നെ അതങ്ങോട്ട് ആ തുടക്കത്തിൻ്റെ ആവേശം പിന്നെ അങ്ങോട്ട് കണ്ടില്ല എന്ന രീതിയിലൊക്കെ പല നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ സംവിധാനം ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് UDF-ൻ്റെ ഒക്കെ ആയാലും, അതായത് കൂടുതലും ഈ വ്യക്തികളെ, അതായത് ലീഡേഴ്സിനെ, നേതാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ പലപ്പോഴും വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രചാരണ വർക്കുകളൊക്കെ ആ സ്റ്റൈലിലേക്ക് പെട്ടെന്ന് അവർ സ്വിച്ച് ചെയ്യും. അപ്പോൾ ഒരു കൂട്ടായ പ്രചരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കമന്റ് നോക്കാനും ഗോകുൽ ഗണേഷ് പറയുന്നത്, ഈ തവണ UDF ജയിക്കണം, 10 വർഷം LDF ഭരിച്ചില്ലേ, അത്രയ്ക്കൊക്കെ മതി. സജിത്ത് ബാബു പറയുന്നത്,
സൈബർ UDF ആണ്, മീൻസ് സൈബർ ഇടത്തിൽ UDF ആണ് കൂടുതലെന്നായിരിക്കും. മുന്നിലായിരിക്കും. എല്ലാ സോഷ്യൽ മീഡിയയിലും അവരുണ്ട്. ഇടത് യൂട്യൂബ്, ഫേസ്ബുക്ക് ഉണ്ട്. ഇടത് പക്ഷേ ഉള്ളത് യൂട്യൂബിലും ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റാ റെഡിറ്റിലൊക്കെ അവരില്ല എന്നാണ് സജിത് എസ് ബാബു പറയുന്നത്. ഇപ്പോൾ ശാലിനി പറഞ്ഞ് വ്യക്തി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കാര്യം പറയാൻ എനിക്ക് ഉമ്മൻചാണ്ടീൻ്റെ ഇപ്പോൾ ഉമ്മൻചാണ്ടീനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മുടിയൊക്കെ നെറ്റിയിലൊക്കെ വീണ് ആകെ ഒരു മീൻസ് ഓടി തളർന്ന ഒരു ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഉമ്മൻചാണ്ടീനെയാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്. അത് കണ്ടാൽ, ആ ഇമേജ് കണ്ടാൽ ആദ്യം എന്താണ് ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നാൻ എന്താണ്, ഇയാൾ ഒരുപാട് ജോലി ചെയ്യുന്നു, ഒരുപാട് ഓടുന്നു, അങ്ങനത്തെ ഒരു ഇമേജാണ് കിട്ടുക. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു PR ആണ്. അതെ, ഇടക്ക് മറ്റേ ചാണ്ടിയമ്മനും അതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് സക്സസ്ഫുള്ളി ചെയ്തത് ഷാഫി പറമ്പിലാണ്. അതെ, ഷാഫി പറമ്പിലിന്റെ റീലുകളും ഇമേജുകളും ഒക്കെ എടുത്തു നോക്കിയാൽ കുളിച്ച് പിന്നെ മുഷിഞ്ഞ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഷാഫി പറമ്പിലിനെ നമ്മൾ ഒരുപാട് നമ്മളുടെ ഒരുപാട് റീലുകൾ നമ്മൾ കാണാൻ പറ്റും. അപ്പം ഇതും ഒരു PR ആണ്. ഇത് പക്ഷെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളതല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റ് VD സതീഷിന് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇനി അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഷാഫിനെ ഇഷ്ടം പോലെ, ഞാനിത് ശ്രദ്ധിക്കുന്നതിനെ കൊണ്ടാണോ എന്നറിയില്ല, ഷാഫിനെ എനിക്ക് വരാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് എടുത്ത് നോക്കിയാൽ ഇവർക്കൊക്കെ ഓരോ ഡയറക്ടർ ഇതിന്റെ പിന്നിലുണ്ട് നമുക്ക് തോന്നും. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പേജുകൾ എടുത്ത് നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നെങ്കിലും ഒരാളോട് കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് ഷാഫിയും രാഹുലാണ്. യൂത്ത് ആണ് കോൺഗ്രസിലെ. പക്ഷെ തിരിച്ച് LDFിലേക്ക് വന്നാൽ, അതെ, LDFിലേക്ക് തിരിച്ചു വന്നാൽ മുഖ്യമന്ത്രിനെ അങ്ങനത്തെ ഒരു ഇമേജിൽ മുഖ്യമന്ത്രി നമ്മൾക്ക് എവിടെയും കാണാൻ കിട്ടില്ല. മുഖ്യമന്ത്രിനെ കാണുമ്പോൾ നമ്മൾ മുടിയൊക്കെ ചീകി ഒതുക്കി നീറ്റായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിനെ എവിടെയും കാണാൻ പറ്റും. LDFിൽ ഒരു നേതാക്കളെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരാ PR അത് അങ്ങനെ തന്നെയാണ്, അത് അവരങ്ങനെയാണെന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ടാവും. മുഖ്യമന്ത്രി മാത്രമല്ല കേട്ടോ, എല്ലാ മന്ത്രിമാരും LDFിൽ ഒരാളെയും അങ്ങനെ നമുക്ക് കാണാൻ ഈ രീതിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കമന്റ് ഉണ്ട്, കുറച്ച് രോഷപ്രകടനമാണ്. LDFിൽ വേറെ ആരും ഇല്ലേ പിണറായി അല്ലാതെ? വല്ലാത്ത ദുരന്തം തന്നെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇയാളുടെ മുഖം മാത്രം. കാലി ഖജനാവിൽ നിന്ന് PR വർക്കിന് മാത്രം 227 കോടി തുലച്ചു. ഇതിനെല്ലാം ഒരവസാനം കണ്ടേ മതിയാകൂ. ഓക്കെ, മനസ്സിലാവുമല്ലോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരണത്തിൽ മുന്നിൽ കോൺഗ്രസും BJPയുമാണ്. ഇത് ഡിയോൺ ജോമി എന്ന് പറഞ്ഞ, പിന്നെ BJP, ആദ്യം കോൺഗ്രസ് പിന്നെ BJP. ഇത് ഡിയോൺ ജോമി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഇതാണ് സ്ഥിതി. പിന്നെ അപ്പോൾ ഇത് ഇവർ പറയുന്നത് കൃത്യമായി ഇവരൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. LDFിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ട്. കുറെ കാലമായിട്ട് ഇതാ സ്ഥിതിന്ന്. അപ്പോൾ എനിക്കിത് വെച്ചപ്പോൾ തോന്നിയത്, അതായത് ഈ പറഞ്ഞ UDF ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം പിറകിലാണ് അല്ലെങ്കിൽ മുന്നിലാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കിതിൽ കൂട്ടിച്ചേർക്കാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇത്തവണ UDFന് രമേഷ് പിഷാരടിയെ പോലുള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സിനിമ റിലേറ്റഡ്, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപ് ധർമ്മജനൊക്കെ നിന്ന സമയത്തൊക്കെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു ഓളം അതുണ്ടാകും. അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നി, ഇപ്പോൾ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വരുന്നു പിഷാരടിക്ക്, അതുപോലെ ആസിഫ് അലിയുടെ കമന്റ് വരുന്നു. അപ്പൊ ഇതൊക്കെ റീലുകളായും ഇതായും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രചരിക്കുമ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ഈ ഭരണ നേട്ടങ്ങളില്ലാത്തതിനെ മറികടക്കാവുന്ന രീതിയിലേക്ക് ഇതൊക്കെ ചിലപ്പോ ആ രീതിയിൽ സലീംകുമാറിന്റെ ഒരു പ്രസംഗം അത് രസമായിരുന്നു. അത് ഉദ്ദേശിച്ചിട്ട് മറ്റേ ഇതിനെ റീലാക്കണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞായിരിക്കും. പക്ഷെ മെസ്സി കേരളത്തിൽ വരാത്തത് വാലന്റിയർ സ്വർണ്ണമായത് കട്ടുകൊണ്ട് പോകുന്ന പേടിച്ചിട്ടാണെന്ന് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള പോലൊരു ഒരുപാട് ക്ലിപ്പുകൾ അതിന് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വിമർശിച്ചാൽ പോലും ഇതിനൊരു സ്വീകാര്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത്തരം ഇടപെടലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറവുകൾ മാനേജ് ചെയ്യാൻ ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. അതുപോലെ തന്നെ ലീഗ് ഞാൻ ഇത്തവണ ശ്രദ്ധിച്ച കവിത, നമ്മൾ ഒരു തേലയുടെ പേജ് നോക്കിയപ്പോൾ നല്ല ഫോട്ടോസ്, വീഡിയോസ്, ഇതൊക്കെ ഭയങ്കര ക്യാച്ചിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ലീഗ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നുണ്ടോ? അതിൽ ഫാത്തിമ തൈലൻഡ് തന്നെ അതിലൊരു പാലം ഉണ്ട് കേട്ടോ, അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരു കിടങ്ങ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു പോസ്റ്റോ എന്തോ ആണ്. അപ്പോൾ അതിങ്ങനെ കടക്കുന്ന, ഇത്ര വർഷമായിട്ട് ഇവിടെ MLA ഭരിച്ചിട്ടും
ഈ പാലം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ അപ്പുറത്ത് പാലമുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഫോട്ടോ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പേരാമ്പ്രക്ക് പുറത്തുള്ള ആളുകൾക്ക് അത് അറിയില്ലല്ലോ. ഇല്ല, അതെ, അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് PR വെച്ചിട്ട് തന്നെ ഇനിയും കമന്റുകൾ ഉണ്ട് കേട്ടോ. ഐ എം ബാഴ്സലോണ ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ്, കോടികളുടെ PR വർക്ക് നടത്തുന്നത് ആരുടെ തറവാട്ടിൽ നിന്ന് എടുത്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്, അതൊന്ന് വ്യക്തമാക്കി തരൂ. ആകാശം മുട്ടുന്ന ഫ്ലക്സുകൾ, പിണറായി വിജയന്റെ ചിത്രം കേരളത്തിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഉണ്ട്. ആ പൈസ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെ ദൂർത്തടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട, ഇനി ബാക്കിയുള്ളവർ തിന്നട്ടെ. അപ്പം എല്ലാ പാർട്ടിക്കാരും തിന്നലാണെന്നുള്ളൊരു ടോൺ അതിലുണ്ടെന്ന് തോന്നുന്നു. MA അഗസ്റ്റിനാണ് വേറൊരു കമൻറ്റ്. വാ തുറക്കുന്നത് നുണ മാത്രം പറയാനാണ്. LDF അല്ലാതെ ആരുണ്ട് സ്വർണം കക്കാൻ? LDF അല്ലാതെ ആരുണ്ട് മക്കൾ രാഷ്ട്രത്തെ എതിർക്കുകയും മക്കളെയും ഭാര്യമാരെയും പിന്തുടർച്ചക്കാരാക്കുകയും ചെയ്യാൻ? LDF അല്ലാതെ ആരുണ്ട് സ്വാശ്രയ കോളേജിനെതിരെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കുകയും സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യാൻ? എന്നൊക്കെയാണ് ആ കമൻറ്റ്. പിന്നെ അതിൽ രജീഷിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. സൈബർ പ്രചാരണത്തിൽ LDF, സൈബർ ആക്രമണത്തിൽ ലീഗ് എന്ന് പറഞ്ഞിട്ട്. അതെ, അല്ല, ഈ സാധനം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള തലമുറയിലുള്ള ആളുകളൊക്കെ ഒരു വലിയ ഹിസ്റ്ററി ഒന്നും നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന അല്ലാന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ ഇപ്പോൾ ഒരു 5 വർഷത്തെയോ 10 വർഷത്തെയോ ഒരു ഭരണചരിത്രം അതെടുത്തിട്ട് അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അതിലെ വികസനങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തൊക്കെ കിട്ടിയില്ല, ഈ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ LDF സർക്കാർ വിഴിഞ്ഞം മെട്രോ ഒക്കെയുള്ള വികസനങ്ങൾ പറയുന്ന സമയത്തും ഏറ്റവും കൂടുതൽ UDFൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടായിട്ടുള്ളത് ഇതൊക്കെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണെന്ന്. അപ്പോൾ ഇവർ തിരിച്ചു പറയുന്നത് എന്താ, ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടിട്ടല്ലേ ഉള്ളൂ, ഞങ്ങളാണ് പ്രായോഗികമാക്കിയത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ ഓക്കെ ഇവർ തറക്കല്ലിട്ടു, ഇവർ നടപ്പാക്കി, തറക്കല്ലിട്ടിട്ട് അവർ പോയി ഇല്ല, വരാൻ പറ്റിയിട്ടില്ല. 2 ടേം ആയിട്ട് ഇവർ തന്നെയാണ്. അപ്പൊ ഇനിയൊരു ടേം കിട്ടിയാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇവരൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു സാധനം അവർക്കുണ്ട്. CPM പ്രത്യേകിച്ചും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ സൈബർ വിങ്, ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ സൈബർ ആക്രമണം വേറെയുണ്ട് എല്ലാ ഭാഗങ്ങൾക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് സൈബർ പ്രചരണങ്ങൾ അവർ ഭയങ്കര സെൻട്രലൈസ്ഡ് ആണ്. അതിന് നമ്മൾ 10 വർഷം തന്നെ അതിൽ ഇപ്പം മീമുകളുണ്ട്. ചൂരൽമല, അതെ, ടൗൺഷിപ്പിന്റെ ഒക്കെ സാധനം പറഞ്ഞാൽ അതിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ പോലും ഓർമ്മയില്ലേ, മറ്റേ പട്ടയം കിട്ടും, പിന്നെ ഈ വീട് നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇമോഷണൽ ആവുന്ന ചേച്ചിയുടെ വീഡിയോ ഒക്കെ, അതെ അതെ, അതൊക്കെ എടുത്ത് അപ്പൊ അതിന് കിട്ടുന്നൊരു ബൂസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരിതിനെ നേരിടുന്നതെന്ന് വേണം എനിക്ക് തോന്നുന്നു ഇതിന് കൂടെ പറയാൻ. പിന്നെ അവരുടെ ഡിജിറ്റൽ സ്ട്രക്ചർ വളരെ പവർഫുൾ ആണ്. കമന്റുകളല്ലാതൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എങ്ങനെ ഇന്ന സാധനം ഇന്ന രീതിയിൽ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനോട് ചേർത്ത് പോകുന്ന യോജിക്കുന്ന ഒരു കമന്റ് ജുവാൻ MS. മുൻപ് കടന്നൽ കൂട്ടങ്ങളുടെ തെറിവിളിയായിരുന്നു സൈബർ പോരാട്ടം, പക്ഷേ ഇപ്പോൾ സീൻ മാറി. ഹൈടെക് പരസ്യങ്ങളും നല്ല കണ്ടന്റുകളും ഷോർട്സും ഒക്കെയായി സൈബർ ഇടം പൂന്തോട്ടമായി മാറി. നികേഷ് കുമാർ എന്ന കേരളത്തിലെ ഏറ്റവും ബ്രില്യൻ്റായ മീഡിയ പേഴ്സൺ കളത്തിലിറങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. മെർലിൻ സ്റ്റാലിൻ പറയുന്നത് അതൊക്കെ LDF തൂക്കി, പ്രചരണത്തിന് ആളെ കിട്ടുന്നില്ല എന്ന് UDF സമ്മതിച്ചു. ഈ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു LDFൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ എങ്ങനെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടിട്ട് ചെയ്തതല്ല. ഇപ്പം നികേഷ് കുമാർ ആണല്ലോ അവരുടെ വിമർശനം വന്നിരുന്നു. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ നമ്മളിപ്പം അവരെ വേടനെ കൊണ്ടു പാട്ട് പാടിക്കുന്നു, ഗൗരി ലക്ഷ്മി, ആര്യ ദയാൽ, മുരുകൻ കാട്ടാക്കട, അതുല്, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ പാലം ഏതായിരുന്നു, പെരുമ്പളം പാലത്തിന്റെ മമ്മൂട്ടി വരുന്നു. ഇത് ആ സമയത്ത് ഇലക്ഷൻ ഉണ്ടായില്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ഇപ്പൊ കാണുവാണ്. ഇവരിത് മുന്നേ കൂട്ടി കണ്ടു. ഇലക്ഷൻ വരുന്നതിന് MP രാജേഷിന്റെ മറ്റേ ആഷിഖ് അബു ഷെയർ ആ പാട്ട്, അതിന്റെ ബീറ്റും ഡാൻസും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് കണ്ടിരിക്കും ആളുകൾ. അപ്പോൾ ഇത് ഇതെങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഇത് വർക്കാവും, ആരൊക്കെയാണ് ഇവരെ ഓഡിയൻസ് എന്നല്ല ടാർഗറ്റ് വോട്ടേഴ്സ് ആരാണ്, ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു ഹാഷിറിന്റെ കാര്യം കൂടി വീഡിയോ ഹാഷിറും ആ ടീമും അവരുടെ ഒരു റീല് ഞാൻ വളരെ ഇതായിട്ട് കണ്ടതാണ്. നമ്മളിങ്ങനെ സാധാരണ ഇവരെ ഫോളോ ചെയ്യുന്നതിനോട് ഇവരുടെ റീല് കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇവർ 4 പേരുടെ ഒരു സാധനം അത് അവർ കണ്ടത്, അവരൊരു കണ്ടന്റ്
ഇട്ടേക്കുന്നു, നമ്മളത് കാണുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറയുന്നു. പെട്ടെന്ന് ഇത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ഇതെന്താ എന്ന് വിചാരിക്കും. അവരുടെ പിന്നെ സ്വതസിദ്ധമായ നർമ്മമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ആ സാധനം പറയുന്നു. അതൊരു PR ആണ്. പിന്നെ അതുപോലെ ആ ഇൻഫ്ലുവൻസർ, നമ്മളെ പുള്ളിയുടെ പേരെന്തായിരുന്നു, ഫ്രെഡി, പുള്ളിക്കാരൻ നേരത്തെ തൊട്ടിട്ടേ BJP വിരുദ്ധ കണ്ടന്റുകൾ ഇടുന്ന ഒരു ആളാണ്. പുള്ളി മറ്റേ കേരള സ്റ്റോറിയുടെ വിഷയം വന്നപ്പോൾ കോടതിയിൽ പോയി അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ച മനുഷ്യൻ. പുള്ളിക്കാരൻ്റെ റീലുകളും നമ്മുടെ ഫീഡുകളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു LDF-നൊക്കെ അതൊരു സോക്കോൾഡ് പുരോഗമന സാധനങ്ങളുണ്ട്. ഇത്തരം സാധനങ്ങളിലൊക്കെ വീഡിയോ ഇൻഫ്ലുവൻസേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാത്തത് വേറെ കുറെ ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് ഇന്ന സാധനങ്ങൾ ഇന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിൽ LDF കണ്ടന്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കണ്ടന്റുകളുടെ ഒരു മാറ്റത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു കമന്റ് ഉണ്ട്, എറിൻ റോക്കോവിച്ച് എന്ന് പറഞ്ഞിട്ട്, കൊള്ളാം. കണ്ടന്റുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. വലിയ കുറിപ്പുകൾക്കും പ്രസംഗങ്ങൾക്കും ഒക്കെ പകരമായിട്ട് മൊമെന്റ്സുകളും ഇമോഷണൽ രംഗങ്ങളും ഉൾപ്പെടുത്തിയ റീലുകളാണ് സിനിമാ ഗാനങ്ങളുടെ അകമ്പടിയോടെ. അതൊക്കെ ഉണ്ടാക്കുന്ന റീച്ച് വിചാരിക്കുന്നതിലും അപ്പുറത്താണ്. ഒരു സിനിമാറ്റിക് സമീപനം കൊണ്ടുവരാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ അതിന് തയ്യാറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊരു കൊള്ളാവുന്ന നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സുലൈമാൻ പറയുന്നുണ്ട്, സൈബർ ഇടത്തിലെ അതികായൻ കനകോലുവിനെ പറത്തിച്ചു വിട്ട LDF കടന്നലുകൾ തന്നെ രാജ. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുമല്ലോ, അതൊരു പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ മറ്റേ LDF-ന്റെ പറയുന്നുണ്ട്, എല്ലാം പറയുമ്പോൾ നമ്മൾ പറയുന്നത് UDF എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം, അല്ലെങ്കിൽ ഒന്ന് നോക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു പ്രചാരണ സമയത്തെങ്കിലും കൃത്യമായിട്ട് അതിനെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലീഡർ ബ്രാൻഡിങ്, അതായത് വ്യക്തി കേന്ദ്രീയ അല്ലെങ്കിൽ നേതാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിംഗ്, അവരുടേതായ പ്രാധാന്യം എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യാതെ ആളുകൾക്ക് എന്നാ സെപ്പറേറ്റ് നല്ല ഇത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇന്നൊരു വീഡിയോ വന്നില്ലേ കോൺഗ്രസിന്റെ, അവരുടെ പ്രചരണ ഗാനം പുറത്തുവന്നു, അതിലും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ക്യാമ്പയിനിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ യുവാക്കളെ, ഇപ്പോൾ ഷാഫിയുടെ ഒക്കെ കാര്യം, അതുപോലെ യുവാക്കളെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ രീതിയിൽ അതിനെയൊക്കെ ഒന്ന് മേക്ക് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഒരു ശ്രമം നടക്കുന്നതായിട്ട് കാണാം. പിന്നെ ഈ പറഞ്ഞോണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോരായ്മയുണ്ടല്ലോ, ഈ പറഞ്ഞൊരു ഗ്യാപ്പ് കൊടുത്ത, അപ്പോൾ അതിനെ മറികടക്കാനായിരിക്കാം ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ജനകീയ പ്രശ്നങ്ങളൊക്കെ അടയാളപ്പെടുത്തി ഇമോഷണലി ഒരു ഇത് കൊണ്ടുവരാം. നേരത്തെ പറഞ്ഞ പോലെ ആളുകളായിട്ടുള്ളൊരു ഇൻട്രാക്ഷനൊക്കെ ആ രീതിയിൽ കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള. പക്ഷെ ഇതിലൊരു കുറവായിട്ട് പലരും പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുവെയുള്ളൊരു നിരീക്ഷണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് കുറവാണ് എന്നൊരു ഇതുണ്ട്. അതൊരു നമ്മൾ വിമർശിക്കേണ്ട, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട് എന്നതാണ്. നോക്കാം. പിന്നെ ഇപ്പം ഈ പറഞ്ഞോണം ഞാൻ കൂടുതൽ പറയാം, എന്നാലും അതിനൊന്ന് സൂചിപ്പിച്ച് പോവുകയാണ് ഈ NDA പ്രചാരണത്തിലൊക്കെ. അതിലൊന്നും നമ്മളിപ്പോൾ അധികം രാഷ്ട്രീയമൊന്നും നമ്മൾ പറഞ്ഞു കാണില്ല. അത് അവരുടെ ഒരു ആത്മവിശ്വാസക്കുറവായിരിക്കാം രാഷ്ട്രീയം എത്രത്തോളം പറയണം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും എന്താ പറയുക, ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ക്ഷേത്ര ദർശനം, അനുഗ്രഹം മേടിക്കൽ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ എനിക്ക് തോന്നുന്നു കരുണാകരന് പോലും ഇത്രത്തോളം ഗുരുവായൂരപ്പനെ എടുത്തിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ഗുരുവായൂരപ്പനെയൊക്കെ ആൾക്കാർ എടുക്കുന്നത്. അല്ല, അവരുടെ പൊളിറ്റിക്സ് അതാണ് കാണിക്കാൻ വേണ്ടിയുള്ള. അപ്പൊ അതിൽ ഈ അനുഗ്രഹം വാങ്ങിക്കുക, പിന്നെ ഈ പൊതുബോധത്തിനോട് ഇവിടെ നിലനിന്നിരുന്ന ഒരു പൊതുബോധം ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്യാത്ത, അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഗ്രഹം മേടിക്കുക, വളരെ വീട്ടിലെ നല്ല കുട്ടി, അയൽവക്കത്തെ കുട്ടി, അത്തരം സാധനങ്ങളിലൊക്കെ കുരുങ്ങിക്കിടക്കുന്ന കുറെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഈ BJP-യുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നന്നായിട്ട് ഹൈടെക് ഡിജിറ്റൽ പിന്നെ രീതിയിൽ പ്രചരണം നടത്താൻ പറ്റും. അവരുടെ ടാർഗറ്റ് എവിടെയാണ്, അവരുടെ ഡീറ്റെയിൽ, അത് മൈക്രോ ഡീറ്റെയിലിങ്ങിൽ അവർക്ക് പോകാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി അമ്പലത്തിലുള്ള ദർശനങ്ങളും ഈ സാധനങ്ങളൊക്കെ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഓഡിയൻസ് എന്ന് പറയാൻ പറ്റും, അവരുടെ വോട്ടേഴ്സ് അതാണ്. അവരുടെ വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള വിഷയങ്ങൾ അവർ കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് അവരുടെ
ഇപ്പൊ കേരളത്തിൽ ഭരണ സംവിധാനത്തിൽ BJP ഇല്ലാന്നേ ഉള്ളൂ. ഇന്ത്യ ഭരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് BJP ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായിയുടെ അല്ലെങ്കിൽ LDF സർക്കാരിന്റെ 10 വർഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. മോഡിയുടെ ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിലായാലും യൂട്യൂബിലായാലും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഫീഡിലേക്ക് ഈ പ്രോ BJP കണ്ടന്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്, നേരത്തെ തൊട്ടേ വരുന്നുണ്ട്. ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ കാര്യത്തിൽ അവരിങ്ങനെ ഇത് ചരിത്രമാണ് പറയുന്നതെന്ന് രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ അത് ട്വിസ്റ്റഡ് ആണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ ഡാറ്റ എടുക്കുന്നതിന് ഇതിനകത്തൊക്കെ ഏറ്റവും പവർഫുൾ ടീം എന്ന് പറയുന്നത് BJP ആണ്. അവരുടെ ഡിജിറ്റൽ മെഷീനറി കൊണ്ട് അവർ ആ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ അവർ മിടുക്കന്മാരുമാണ്. അവർക്കതിൻ്റെ അഡ്വാൻറ്റേജ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള അഡ്വാൻറ്റേജ് അവർക്ക് കൃത്യമായിട്ടുണ്ട്. ഇതിലിപ്പോ NDA അല്ലെങ്കിൽ പോലും ചേർത്ത് പറയാമെന്ന് എനിക്ക് തോന്നി ഇത്തവണ VD സതീശന്റെ ഒരു ഇന്റർവ്യൂ അത് ഈ പറഞ്ഞോണം അതിൽ പറയുന്നത് ഒരു കമന്റ്, അതായത് അങ്ങനെ ഒരു കമന്റ് വന്നതുകൊണ്ട് അത്തരം കമന്റുകൾ നീക്കം ചെയ്യാനാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലും വ്യക്തമാക്കി. പക്ഷെ എന്താ വെച്ചാൽ കമന്റ് നീക്കം ചെയ്യാൻ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മാധ്യമം സമീപിച്ച സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ വിവാദം. അതെന്താ വെച്ചാൽ ആ രീതിയിൽ അത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞോണം ഇപ്പോൾ അത് ആര് പ്ലാൻ ചെയ്തു എന്നല്ല, പക്ഷെ ഇതിന്റെയൊക്കെ ഒരു സ്വാധീനം കേരള പോലീസ് കമന്റുകൾ നീക്കം ചെയ്യണം എന്നാണ് മെറ്റയുടെ ആവശ്യപ്പെട്ടത്. മറ്റേത് എന്ത് ചെയ്തു? കണ്ടന്റ് അടക്കം അങ്ങോട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് കമന്റിലേക്ക് പോകാൻ തോന്നുന്നു കേട്ടോ. കമന്റുകൾ ഉണ്ട്. ഷിഹാബ് ഉമ്മറാണ് ഒരു കമന്റ് ഇട്ടുള്ളത്. പ്രചാരണത്തിന് ക്യാഷ് ഇറക്കി കളിക്കുന്നത് UDF NDA, പക്ഷെ വിജയിക്കുന്നത് LDF എന്നാണ് ആ കമന്റ്. ഇതിൽ ബഷീർ KM ഇട്ട കമന്റ്, സ്വർണം കെട്ട ധാരപ്പ സഖാക്കളാണ് അയ്യപ്പ. എനിക്ക് തോന്നുന്നതേ, അതായത് പ്രചരണത്തിന് ക്യാഷ് ഇപ്പം നേരത്തെ നസീബ പറഞ്ഞ സാധനം തന്നെയാണ്. പക്ഷേ വിജയിക്കുന്നത് ഇവിടെ LDF, 2 ടേമായിട്ട് LDF ആണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി വന്ന പ്രചരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ നടീനടന്മാരെ വെച്ചിട്ട് മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇൻ്റർവ്യൂ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എത്ര ബിറ്റുകൾ റീൽസൊക്കെ ഭയങ്കര ഭാവന വരുന്നു. അപ്പം ഇങ്ങനെ ഒരു സംഗതി അവർ കൃത്യമായി ഇപ്പം മുഖ്യമന്ത്രിയുടെയും മോഹൻലാലിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ കട്ടുകൾ തന്നെ നോക്കും, ഭയങ്കര കണക്ഷൻ തോന്നുന്ന തരത്തിലുള്ള, അത് കറക്റ്റ് PR ആണെന്ന് പറയുമ്പോഴും ആ തരത്തിൽ അവരെ സാധനത്തിന് പിന്നെ ഇപ്പം മുഖ്യമന്ത്രിയും VD സതീശനും തമ്മിലുള്ള ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലെ ഇവർ പോര്, സംഘപരിവാർ അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോര്. അപ്പം അതിൽ വരുന്ന സമയത്തും എന്താണ്, ഇപ്പം മുഖ്യമന്ത്രി മറുപടി പറയുന്ന സമയത്ത് പണ്ട് നിയമസഭ കൊടുത്ത മറുപടി അദ്ദേഹം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ കട്ടുകൾ പോകുന്നുണ്ട്, അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സൈബർ സ്പേസിൽ ഇപ്പം നടക്കുന്ന ഒരു സംഗതി. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ VT ബൽറാമും MP രാജേഷും തമ്മിലുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. പിന്നെ ഇപ്പോൾ V ശിവൻകുട്ടിയും അതുപോലെ രാജു ചന്ദ്രശേഖറും. അപ്പം ഇങ്ങനെ ഈ വെല്ലുവിളികളൊക്കെ അത് ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിലും ഒക്കെ സൈബർ സ്പേസിൽ ഇത് വലിയ ചർച്ചയാണ്. ഇപ്പം നമ്മൾ നോക്കണം, കോവിഡ് കാലം തൊട്ടൊക്കെ വലിയ രീതിയിൽ ഈ സാധനങ്ങളൊക്കെ മാറി വരുന്നുണ്ടല്ലോ. അപ്പം ചെറിയ ആളുകളുടെ കയ്യിലും വലിയ ആളുകളുടെ കയ്യിലൊക്കെ ഫോണാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആക്സസ് കൂടുതലുള്ള മനുഷ്യന്റെ കയ്യിലും ഫോണാണ്. അപ്പോൾ ആക്സസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആ ആക്സസിലേക്ക് എങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ അതിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് അതെ കൂടുന്നു. അതെ, കുറഞ്ഞു ഡിജിറ്റൽ ഡിവൈഡ് കുറഞ്ഞു മാറിപ്പോയി. ഇതിപ്പോൾ ഇത്രയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ, നമ്മൾ അത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ പോലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ആരാണ് ഇതിൽ മുന്നിൽ എന്ന് നമ്മൾ ചോദിച്ച പോലെ ഒരു ചോദ്യം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സ്ട്രാറ്റജി കണ്ടന്റ് വൈസ് ഇതൊക്കെ നോക്കിയാൽ LDFന് കൃത്യമായൊരു മുൻതൂക്കം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിൻ്റെ കാരണങ്ങളും നമ്മളിപ്പോൾ പലതായിട്ട് ചർച്ച ചെയ്തല്ലോ. പക്ഷേ ഈ പറഞ്ഞോണം ഇമോഷണൽ എൻഗേജ്മെന്റ് അതുപോലെ തന്നെ യൂത്തിലേക്ക് ഇതൊക്കെ എത്തിക്കുന്നതിൽ കോൺഗ്രസിന് വളരെ ശക്തമായൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ നസീബ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശരിയാണ്. ടെക്നോളജിയും ഡാറ്റയും ഉപയോഗിക്കുന്നതിൽ അതാണ് അതിന്റെ ട്രെൻഡ് എന്നുള്ളതാണ്. ആ ട്രെൻഡ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഓരോ മുന്നണിക്കും അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്ന സംഗതി അതാണെന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ പറയേണ്ടതാണ്. പിന്നെ ഉണ്ടല്ലോ ഈ AI കണ്ടന്റുകളൊക്കെ ഉപയോഗിക്കുന്നത്, AI കണ്ടന്റുകളൊക്കെ നല്ല രീതിയിലും മോശമായിട്ട് ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് അതേപോലെ തന്നെ മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, ഡീപ് ഫേക്ക് ഒക്കെ എല്ലാവർക്കും തിരിച്ചു മറിച്ചു ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ സാധനം. ഓവറോൾ നോക്കുകയാണെങ്കിൽ
ചെറിയൊരു മുൻതൂക്കം LDF-ന് കൊടുക്കാമെങ്കിലും പ്രചരണങ്ങളിൽ പറഞ്ഞ സാധ്യതകൾ എപ്പോഴും ഈ പ്രചരണങ്ങളുടെ കാര്യത്തിലാണ് പറഞ്ഞത്, മുൻതൂക്കം കൊടുക്കാമെങ്കിലും പക്ഷേ UDF ആയാലും NDA ആയാലും ഒട്ടും പിന്നിലല്ലാണ്ട് അവരവരുടെ ഇടങ്ങളിൽ അവർ വളരെ സജീവമായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഇത് പ്ലാറ്റ്ഫോം വൈസ് നോക്കുമ്പോൾ ഒരു പാർട്ടി മാത്രം മുന്നിലാന്ന് നമുക്ക് പറയാനും പറ്റില്ല. എന്നിട്ട് അവസാനിപ്പിക്കാതെ തോന്നല്ലേ, ഒന്ന് കുറച്ചത് നീണ്ടുപോയി. അതെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെലിബ്രിറ്റികളെയും ഒക്കെ ഉൾപ്പെടുത്തി മുന്നണികൾ ഓൺലൈൻ പ്രചരണം നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ ഓൺലൈൻ പ്രചരണങ്ങളിൽ മുന്നണികൾ ഒന്നുകൂടി കച്ചമുറുക്കേണ്ടതുണ്ടെന്നാണ് ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർ നൽകിയ വോട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കുറച്ച് വോട്ടുകൾ ലഭിച്ച മുന്നണികൾ അത് മുഖവിലേക്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നാളെ വീണ്ടും ഇതേ സമയത്ത് കാണാം. നന്ദി.